ഹായ് എവരി വൺ. സോ ഇന്ന് ഫുൾ മൂൺ ഇൻ ടോറസ് ആണ്. ഇന്നലെ ഞാനൊരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫുൾ മൂണിൻ്റെ നല്ല വിസിബിളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഇറ്റ്സ് സൂപ്പർ മൂണാണ് അല്ലേ. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. മൂൺ വാട്ടറൊക്കെ ക്ലെൻസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അതിൽ കുളിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. എനർജിയൊക്കെ ക്ലെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ ഇന്ന് നമുക്കൊന്ന് യുവർ പേഴ്സൺസ് കറൻറ്റ് ഫീലിങ്സിൻ്റെ കാർഡാണ് പെട്ടെന്ന് കോൾ ചെയ്തത്. അതൊന്ന് നോക്കിയാലോ. ഞാൻ ഫുൾ മൂണിന് മൂണോളജി കാർഡ്സാണ് എടുക്കാറ്. ഇന്ന് പെട്ടെന്ന് എനിക്ക് ഇതാണ് ഫീൽ ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് റീച്ചിങ് ഔട്ട്. കോണ്ടാക്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ എക്സ്പെക്ട് കോണ്ടാക്ട് കേട്ടോ. പെട്ടെന്ന് നിങ്ങൾക്ക് കോണ്ടാക്ട് വരാനും ഒരു മെസ്സേജോ കോളോ വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കാർഡും ട്രാവലിംഗ് ആൻഡ് ഡേറ്റിംഗ് തന്നെയാണ്. നിങ്ങളുടെ അടുത്ത് ട്രാവൽ ചെയ്യാനും അല്ലെങ്കിൽ വന്ന് ഡേറ്റ് ചെയ്യാനും ഒരു ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, മീൻസ് ഒന്ന് നിങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കുന്നതിന് ടു ഷെയർ സംതിങ് എന്നൊക്കെ പറയാൻ. അത് മാത്രമല്ല, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഫോർഗീവ്നെസ് പറയാം. ഇതുവരെ അവരുടെ ക്ഷമ പറയാത്ത ആൾ, സോറി പറയാത്ത ആളൊക്കെ ആണെങ്കിൽ അവർ ഫോർഗീവ്നെസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഹോപ്പനോപ്പനൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ദേ സ്റ്റാർട്ട് ഡൂയിങ് ഹോപ്പനോപ്പനോ ആൻഡ് ഫോർഗീവ്നെസ് മെഡിറ്റേഷൻസ്. സോൾ കോൺട്രാക്ട് അവരെല്ലാം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായി അക്കൗണ്ട്സ് ആണ് എന്ന് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് യു ആർ ദ ട്രൂ ലവ്. ഉണ്ടോ, നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ സ്നേഹിച്ചത്. പക്ഷെ സിറ്റുവേഷൻസ് കൊണ്ട് മേ ബി അതിങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരിക്കാം. ട്രൂ ലവ് ആണ് പറയുന്നത് കേട്ടോ കാർഡ്സ്. കിഡ്സ്, മേ ബി ചിലവർക്ക് കിഡ്സ് ഇൻവോൾവ് ആയിരിക്കും. ഇതൊക്കെ ആയിരിക്കാം അവർക്ക് അതിൽ നിന്നൊക്കെ വിട്ടുവരാനൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, കിഡ്സ് അല്ലെങ്കിൽ മേ ബി നിങ്ങളുമായിട്ട് കിഡ്സ് അവരവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ റെഡി അല്ല, നിങ്ങൾ ട്വിൻ ഫ്ലെയിം എന്നാണ് ഇപ്പോഴും പറയുന്നത്. ദേ ആർ നോട്ട് റെഡി. ട്വിൻ ഫ്ലെയിം റെഡി അല്ല. അതിൻ്റെ കൂടെ ഒരു കാർഡും കൂടെ വന്നു, ലവ് ബിലീവ്സ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ ചിന്തകൾ, പേഴ്സ്പെക്റ്റീവ്സ് ആണ്. കുറച്ചും കൂടിയും അവരുടെ പേഴ്സ്പെക്റ്റീവ്സ് മാറാനുണ്ട്. പഴയ പഴയ ചിന്തകളും പഴയ ഫാമിലി കോൺസെപ്റ്റ്സ് ഒക്കെ ആയിരിക്കും. അതാണ് ലവ് ബിലീവ്സ്. ഓക്കെ, പക്ഷെ യൂണിവേഴ്സ് അത് പൊട്ടിച്ചു വിടും. അതാണ് ഡിവൈൻ ഇന്റർവെൻഷൻസ് എന്ന് പറയുന്നത്. റീച്ചിങ് കൺക്ലൂഷൻസ്. ഏതൊക്കെ കാര്യങ്ങൾ കൺക്ലൂഷൻസിലേക്ക് എത്തുന്നുണ്ട്. മേ ബി നിങ്ങളും ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ടായിരിക്കും, അവരും അവർ സ്റ്റാൻഡ് എടുക്കുന്നു. ടെലിപ്പതി നന്നായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ അവരുടെ പേരോ അല്ലെങ്കിൽ അവർ ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്നു. സോങ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അവർ പറഞ്ഞ വേർഡ്സ് ഒക്കെ ആയിരിക്കും. ടെലിപ്പതി ഈസ് പോസിബിൾ. ആൻഡ് ട്രസ്റ്റ് ആൻഡ് സപ്പോർട്ട്. നിങ്ങൾ തന്നിരുന്ന ട്രസ്റ്റും സപ്പോർട്ടും വേറെ എവിടെ നിന്നും ലഭിച്ചിട്ടില്ല. സോ അവർ നിങ്ങളിൽ നിന്ന് അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും അവരെ വിശ്വസിക്കാൻ. മീൻസ് അവർ നിങ്ങൾ ചീറ്റ് ചെയ്തല്ല. ഇറ്റ്സ് പാർട്ട് ഓഫ് ദി സോൾ കോൺട്രാക്ട്. ഓക്കെ, എക്സ്പെക്ട് എ മിറാക്കിൾ. നിങ്ങൾക്കൊരു മിറാക്കിൾ പ്രതീക്ഷിക്കാം. അവർ നിങ്ങൾക്കൊരു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എക്സ്പെക്ട് എ മിറാക്കിൾ.